സന്തോഷ്, ഇതിന്റെ ഭാഗമായി തന്നെ നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നടക്കം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നിൽ UDF സർക്കാർ ഒത്തുകളിച്ച് എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. നമുക്കറിയാം, ഈ ഒരു കേസ് നടക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ പലതവണ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം മാറ്റുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെതിരെയെല്ലാം അന്ന് ശക്തമായ പ്രതിഷേധങ്ങളടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് പിന്നിൽ UDFന്റെ ഒത്തുകളിയുണ്ട്. UDFന്റെ ഭരണം വന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം ഒരു ഒത്തുകളി നടന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും ശരണ്യ, വളരെ പ്രമാദമായ ഒരു കേസാണിത്. ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ തന്നെ രാഷ്ട്രീയ കേരളം നിരവധി തവണ വലിയ ചർച്ചകളിലൂടെയും വിവാദങ്ങളിലൂടെയും കടന്നുപോയ ഒരു കേസാണിത്. അന്നത്തെ LDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്ന് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും എല്ലാം നേതൃത്വം നൽകുന്ന ഒരു വിഭാഗമാണ് അന്ന് അത് സംസ്ഥാന സർക്കാരിനെതിരെ, LDFന്റെ സർക്കാരിനെതിരെ ഉൾപ്പെടെയുള്ള പ്രചരണത്തിനുൾപ്പെടെ ഈ കേസ് ഉപയോഗിച്ചത്. എന്നാൽ അന്നത്തെ സർക്കാർ വളരെ കാര്യക്ഷമമായി ഈ കേസ് അന്വേഷിച്ച് അതിലെ പ്രതിയായ BJPയുടെ നേതാവായ ഈ പത്മരാജന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയായിരുന്നു. തലശ്ശേരിയിലെ പോക്സോ കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം 40 വർഷം തടവും അതുകൂടാതെ ബലാത്സംഗ കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയും ഉൾപ്പെടെ ഈ പ്രതിക്ക് വിധിച്ചതാണ്. ആ പ്രതിയാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത്. 4ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ച BJP നേതാവ് പത്മരാജൻ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് എന്നുള്ളത് പ്രാഥമികമായി തന്നെ വിലയിരുത്താൻ കഴിയും. കാരണം ഈ പത്മരാജൻ ഹൈക്കോടതിയിൽ ഈ ശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയിട്ടുള്ള ആ അപേക്ഷ പരിഗണിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് UDF സർക്കാർ നിയോഗിച്ച പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഴുതുകളിലൂടെ പ്രതി പത്മരാജൻ പുറത്തിറങ്ങാൻ പോകുന്നത്. കാരണം അത് ഈ LDF സർക്കാർ തുടർന്ന എല്ലാ സമയത്തും ഈ ശക്തമായ നിലപാട് പത്മരാജനെതിരെ എടുക്കുകയും ആ ഘട്ടത്തിലെല്ലാം പ്രോസിക്യൂഷൻ ശരിയായ രീതിയിൽ ഇതിന്റെ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ UDF സർക്കാർ അധികാരത്തിലെത്തി മാസങ്ങൾക്കുള്ളിലാണ് BJP നേതാവായ പത്മരാജൻ പുറത്തിറങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നടത്തിയിരിക്കുന്നത്. ഈ BJP നേതാവ് പത്മരാജൻ പുറത്തിറങ്ങാൻ പോകുന്നത്, ജാമ്യം ലഭിച്ചത് UDF സർക്കാരിന്റെ ഒത്തുകളിയുടെ ഭാഗമാണെന്നാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടിയത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ സർക്കാരിന്റെ അറിവില്ലാതെ അല്ലെങ്കിൽ സർക്കാർ ഇടപെടലില്ലാതെ പ്രോസിക്യൂഷന് ഇത്രയും പ്രമാദമായ ഒരു കേസിനെ സമീപിക്കാൻ കഴിയില്ല. ലാഘവ ബുദ്ധിയോടെ സമീപിക്കില്ല എന്ന് വ്യക്തമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു പ്രമാദമായ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രോസിക്യൂഷൻ ചെയ്യാറുള്ളത് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുമായി അല്ലെങ്കിൽ സർക്കാരുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. എന്നാൽ ഇവിടെയും അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ BJP നേതാവിനെ രക്ഷിക്കുന്നതിനായി UDF സർക്കാർ ഒത്തുകളി നടത്തിയെന്നുള്ള ആരോപണമാണ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ കേസിന്റെ എല്ലാ തരത്തിലുള്ള നാൾവഴികളും രാഷ്ട്രീയ വിവാദങ്ങളും എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗും UDFും കോൺഗ്രസും എല്ലാം CPMനെയും അതോടൊപ്പം തന്നെ അന്നത്തെ LDF സർക്കാരിനെയും പല ഘട്ടത്തിലും പഴിചാരിയ ഒരു കേസാണിത്. പക്ഷേ പിന്നീട് ഈ പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുത്തപ്പോൾ അന്ന് കുടുംബം ഉൾപ്പെടെ സർക്കാരിനെ പ്രകീർത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിനിടയിൽ നേരത്തെ കൊച്ചിയിൽ നിന്നും സാലി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ പ്രോസിക്യൂഷന്റെ വീഴ്ച കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ കേസിന്റെ ഈ പറയുന്ന റദ്ദാക്കണം എന്നുള്ള അപേക്ഷയിൽ വാദം നടന്ന ഘട്ടത്തിൽ തന്നെ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട വീഴ്ചയുണ്ടായിരുന്നു. കാരണം ഇതിന്റെ ജാമ്യം റദ്ദാക്കണം, ഈ ശിക്ഷ റദ്ദാക്കണം എന്നുള്ള പ്രതിയുടെ ഈ പറയുന്ന ഹർജി പരിഗണിക്കുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നിയമ കാര്യങ്ങളുമെല്ലാം ഈ പറയുന്ന ഇരയുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം അന്ന് പ്രോസിക്യൂഷൻ പാലിച്ചിട്ടില്ല. അത് തന്നെ ഇതിൽ വലിയ വീഴ്ചയായിരുന്നു. അതിന് പിന്നീടുണ്ടായ വീഴ്ചകൾ ഇനി ഏതായാലും ഈ വിധി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രഥമ ദൃഷ്ട്യാ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. ആ കാര്യമാണ് CPM നേതാവ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ചൂണ്ടിക്കാട്ടിയതും. ഏതായാലും ഇതിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ശരണ്യ.